കണ്ണൂർ പുതിയ തെരുവിൽ ജനജീവിതം സ്തംഭനാവസ്ഥയിൽ. കടുത്ത പൊടിശല്യത്തെ തുടർന്ന് വ്യാപാരികളും യാത്രക്കാരും ദുരിതത്തിലാണ്. മിക്ക കടകളും തുറക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. പലരും ശ്വാസകോശ രോഗത്തിന്റെ പിടിയിലേക്ക് നീങ്ങുകയാണെന്നും വ്യാപാരികൾ പറഞ്ഞു. കടക്കാരുടെ കട പിടിക്കുള്ളത്, അതായത് കട തുറക്കുന്നില്ല, കട തുറന്നൊരു കാര്യമില്ല. അതായത് അത്രയ്ക്ക് പൊടികളും ഈ കടയിലേക്ക് ഉള്ളിൽ കേടിച്ച് കയറുകയാണ്. എന്റെ ഷോപ്പിലെ ജോലിക്കാർക്ക് എപ്പോഴും ശ്വാസം മുട്ടലാണ്, വരാതിരിക്കും. കുറേ ദിവസം ലീവായിരിക്കും. രാത്രി ആകുമ്പോൾ ശ്വാസം മുട്ടലായിട്ട് പിറ്റേ ദിവസം അയാൾ വരില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങളുള്ളത്. സൂക്ഷിക്കുക. പുതിയ തെരു ടൗണിൽ മാസ്കില്ലാതെ എത്തിയാൽ നിങ്ങൾ ശ്വാസകോശ രോഗത്തിന് അടിമപ്പെട്ടേക്കാം. റോഡ് അറ്റകുറ്റപ്പണിക്ക് മുറവിളി കൂട്ടിയ നാട്ടുകാർക്ക് അധികൃതർ നൽകിയത് 8ന്റെ പണിയാണ്. റോഡ് പണി ദാ തുടങ്ങി എന്ന് ആശ്വസിച്ചിരുന്ന വ്യാപാരികളും യാത്രക്കാരും ഇപ്പോൾ പറയുന്നത് ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു എന്നാണ്. അത്രയ്ക്കധികം പൊടിശല്യമാണ് പുതിയ തെരു ടൗൺ മുതൽ ഹൈവേ വരെ. വ്യാപാരികളാണ് ഏറെ ദുരിതത്തിലായത്. കടകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും പല കടകളും പൂട്ടാൻ തയ്യാറായി നിൽക്കുകയാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതിയ തെരു യൂണിറ്റ് ജനറൽ സെക്രട്ടറി അബ്ദുൾ മനാഫ്. ഇപ്പൊ 10 വർഷത്തോളമായി ഈ റോഡിങ്ങിന്റെ പണി നടന്നിട്ട് 10 വർഷത്തിൽ മേഖലയായി. വ്യാപാരികളാണ് വളരെ ബുദ്ധിമുട്ടിൽ ഇപ്പോൾ ഉള്ളത്. എന്നാൽ രാവിലെ ഒരു കച്ചവട സ്ഥാപനം തുറന്നാല് ഒരു 8 മണിക്ക് തുറന്നാല് 9 10 രാവിലെ രാത്രി ഇരിക്കുന്നത്. കച്ചവടം തുറക്കാനുള്ള കച്ചവടം നടത്തുന്നില്ല ഇവിടെ. എന്നാൽ ആൾക്കാർ ഇറങ്ങുന്നില്ല, കസ്റ്റമർക്കും കയറാൻ പറ്റുന്നില്ല, കച്ചവടക്കാർക്കും കയറാൻ പറ്റില്ല. അവസ്ഥയെ ഉള്ളത് വളരെ ദയനീയാവസ്ഥയുള്ളത്. പണിക്കാർ തൊഴിലാളികളായും വരുന്നില്ല. കച്ചവടം എന്റെ അവിടെ പൊടിയാണ്, അവിടെ ശ്വാസമുട്ടലും കച്ചവടക്കാർ തൊഴിലാളികളും കച്ചവടത്തിലേക്ക് വരുന്നില്ല. പലരും രോഗത്തിന്റെ പിടിയിലാണെന്നും വ്യാപാരികളുടെ പ്രശ്നം ഭയങ്കര രൂക്ഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ 2-3 ആഴ്ചത്തോളമായി മഴ പെയ്യാത്ത കാരണം ഭയങ്കര പൊടിയും വ്യാപാരം ചെയ്യാനും വ്യാപാരികളുടെ ഓരോ വീടിന്റെ അവസ്ഥയും വളരെ മോശമാണ്. ഇതിന്റെ ശല്യം അധികം കച്ചവടക്കാർ ശ്വാസമുട്ടലുള്ളത്. അധികം മാസ്ക് ഉപയോഗിക്കാത്ത രീതിയിൽ ഇട്ട് തന്നെ കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. തിരമാല പോലെയാണ് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ. ഇത് അപകടങ്ങൾക്ക് ഇടയാക്കിയപ്പോൾ KV സുമേഷ് MLA ഇടപെട്ടാണ് അറ്റകുറ്റപ്പണിക്ക് അധികൃതർ നടങ്ങിയത്. അറ്റകുറ്റപ്പണിക്കായി ടാർ ഇളക്കി. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തുടർ പ്രവൃത്തി നടന്നില്ല. കരാറുകാരെ വ്യാപാരികൾ പലവട്ടം കണ്ടിട്ടും നടപടി ഉണ്ടായില്ല. റോഡരികിൽ വാഹനം പാർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയെന്ന് ഡ്രൈവർ പറഞ്ഞു. തിരമാലയും റോഡ് ഇതിലോട്ട് വണ്ടി ഓട്ടാൻ തന്നെ കഴിയുന്നില്ല. അങ്ങ് മറ്റേ ഓഫീസർമാർ വന്ന് നോക്കാൻ വേണ്ടി പറ. അവർക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ റോഡോടെ ടാക്സ് അടിച്ച് ഓടുന്നതല്ലേ, കാരണം നമ്മളത് അനുഭവിക്കേണ്ടത്. പൊടിശല്യം രൂക്ഷമായതോടെ കടകളിലേക്ക് തൊഴിലാളികളും എത്തുന്നില്ല. കസ്റ്റമേഴ്സും ഈ വിഭാഗങ്ങളിലേക്ക് വരുന്നില്ല. ഇതോടെ പുതിയ തെരുവിൽ അനിശ്ചിതകാലത്തേക്ക് കടകൾ അടച്ചിട്ട് സമരത്തിന് ഒരുങ്ങുകയാണ് വ്യാപാരികൾ. ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ MLA ഇടപെടണമെന്നാണ് നാടൊന്നാകെ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.